ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരുള്ള മിസ്റ്റർ ഡി ഐ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ. മിസ്റ്റർ ഡി ഐ വൈയുടെ ഒരുപാട് ബ്രാഞ്ച് പല സ്ഥലത്തായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എറണാകുളത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി തോന്നുന്നു, 5-6 മാസമായിട്ടുണ്ടാവണം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാനിപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മിസ്റ്റർ ഡി ഐ വൈയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മിറർ ഉണ്ടല്ലോ, സ്റ്റാൻഡിങ് മിറർ. അപ്പോൾ അതൊന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് ഒന്ന് നോക്കണം. ഞാൻ എന്തായാലും ഒരു മിറർ നമ്മുടെ സ്വിങ് റൂമിലേക്ക് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിറർ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രധാന ലക്ഷ്യം. നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ട് ഇവിടെ എന്താ ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സംഗതികൾ ഞാൻ വാങ്ങിയിട്ടില്ല, കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു റൂഫിൻ്റെ അണ്ടറിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എന്നുള്ള പോലെയാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു രീതി. താഴെ തന്നെ 4 ഫ്ലോറിലായിട്ടാണ് ഷോപ്പ് ഉള്ളത്. താഴെ തന്നെ കുറേ ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പർ, സ്ക്രഞ്ചീസ്, കീ ചെയിൻസ്, ചാർജിങ് വയേഴ്സ്, ഫോണിൻ്റെ ചില ആക്സസറീസ്, സോഫ്റ്റ് ടോയ്സ്, ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. റേറ്റൊക്കെ കുറവ് തന്നെയാണ്, നല്ല റേറ്റ് കുറവ് തന്നെയാണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്, നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതും ഒരു റേറ്റ് ഉണ്ടാവും. എന്നിട്ട് ബില്ല് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ആ റേറ്റിനേക്കാളും 30-40 രൂപയൊക്കെ കുറവായിരിക്കും അതിൻ്റെ ആക്ച്വൽ റേറ്റ്. അതായത് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തു, അതിന് 170 രൂപ. ഇപ്പോൾ ബില്ല് ചെയ്യുന്ന സമയത്താണ് അതിന് 130 രൂപയോ അങ്ങനെയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അത് വൺസ് ഒരു തവണ ഇവിടെ പോയിട്ടുള്ളവർക്ക് അതിൻ്റെ റേറ്റിൽ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം പോയതുകൊണ്ട് നമുക്ക് ആ റേറ്റ് ഒരു കൺഫ്യൂഷൻ വരില്ലേ എന്നെനിക്ക് തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതുമുള്ള MRP എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിരിക്കുന്ന റേറ്റിനേക്കാളും 30-40 രൂപ കുറവ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ക്രാഫ്റ്റ് സപ്ലൈസ് ഉണ്ട്, ഒരുപാട് ക്രാഫ്റ്റ് സപ്ലൈസ് ഉണ്ട്. പലതരത്തിലുള്ള ക്രാഫ്റ്റിനുള്ള കുറേ സംഗതികൾ, സ്റ്റിക്കർ ഷീറ്റ്സ്, ടേബിൾ ഡെക്കോർ ഐറ്റംസ്, ബർത്ത്ഡേ ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, പാച്ചസ്, അങ്ങനെ ഒരുപാട് സംഗതികൾ കണ്ടു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പസിൽസ്, കുറേ സംഗതികൾ, എണ്ണിയാൽ തീരാത്ര അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്ര എന്ന് പറഞ്ഞിട്ടുള്ള പോലെ കുറേ സംഗതികളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഒരു ജ്വല്ലറി സെക്ഷനാണ്. ഒരുപാട് കളക്ഷൻ ഇല്ല, എന്നാലും ഇയർ റിങ്സ്, കാര്യങ്ങളൊക്കെ, ചെയിൻസ്, സിമ്പിൾ ചെയിൻസ്, അങ്ങനത്തെ കുറച്ച് സംഗതികൾ ജ്വല്ലറി സെക്ഷനിൽ ഒരു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഐ മാസ്ക് ഇല്ലേ, സുഖമായിട്ട് ഉറങ്ങാനായിട്ടുള്ളത്, അതാണ്. അവർക്ക് ഇവിടെ എത്തിയപ്പോൾ ഇതെല്ലാം വേണമായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ വഴിതിരിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഈ ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ സ്ക്രഞ്ചീസ്, ബോസ്, ഇങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള കോംസ്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാം. 4 നിലയായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3rd ഫ്ലോറിലടക്കം എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഉള്ളത് ഒരുപാട് കിച്ചൺ ഐറ്റംസ് ഉണ്ട്. ബോട്ടിൽസ്, മഗ്സ്, പ്ലേറ്റ്സ്, പിന്നെന്താണ് കുക്ക് വെയേഴ്സ് ഉണ്ട്. അതല്ലാതെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് കണ്ടു. പൊതുവെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഉള്ള സ്റ്റാഫ് ഒരുപാടുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംഗതി എടുത്തിട്ട് നമ്മൾ റേറ്റ് കണ്ടില്ലെങ്കിൽ ഇതിന് എത്രയാണ് ചേട്ടാ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ അധികം ആളുകളെ കണ്ടില്ല. അങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഉള്ളതായിട്ട് തോന്നിയില്ല എനിക്ക്. ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് തോന്നി. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഇതൊന്നും വാങ്ങാൻ അല്ലാത്തത് കൊണ്ട് ആ ഏരിയയിലേക്ക് ഞാൻ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതിനൊക്കെ എത്രയാണ് ആക്ച്വൽ റേറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ച് പോവാം. എന്തായാലും 10 രൂപ 20 രൂപ ഒക്കെ ഡിഫറൻസിലൊക്കെയാണ്, ചിലതിന് 30-40 രൂപ ഡിഫറൻസിലൊക്കെയാണ് ബില്ല് ചെയ്യുമ്പോൾ നമ്മളെടുത്ത സംഗതികളുടെ തന്നെ ബില്ലിങ് റേറ്റൊക്കെ കണ്ടത്. ഇത് കുറേ പീലേഴ്സും, അരിപ്പകൾ, നൈഫ്, പല ടൈപ്പ് ഓഫ് നൈഫ്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ മിറർ ഉള്ളത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഞാനത് കാണിക്കാം. ഇവിടെ കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. താഴെ കുറച്ച് വാഷ് ബാഗ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു, ഷൂസ്, പിന്നെ ഡെലിക്കേറ്റായ സംഗതികളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന് മുന്നൊരു ബാഗിലിടുമല്ലോ, അങ്ങനത്തെ ബാഗ്സൊക്കെ അവിടെ കണ്ടു. ഇവിടെ കുറേ ഇൻഡോർ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. ഈ ഒരു ഹാർട്ടിൻ്റെ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 250 റുപ്പീസേ ഉള്ളൂ. അത് ഗ്രിഡാണ്, ഫോട്ടോ ഗ്രിഡാണ്. നമുക്ക് നമ്മുടെ ലിറ്റിൽ മെമ്മറീസ്, ലിറ്റിൽ തിങ്സ് ഒക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ കുറേ ടൈപ്പ് ഓഫ് പൗച്ചസ് ഉണ്ട്. മേക്കപ്പ് പൗച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതല്ലാത്തതും, ചെറിയ ഫയലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറേ സംഗതികളുണ്ട്. കുറേ സംഗതികളുണ്ട്. ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഒരുപാട്
ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഒരുപാട് ചില കാര്യങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട് കേട്ടോ. ഒത്തിരി ചോയ്സ് ഉണ്ട്. ചില കടയിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ 3-4 പീസ് ഉണ്ടാവുള്ളൂ. ചോയ്സസ് അധികം ഉണ്ടാവില്ല. ഇവിടെ നിറയെ ചോയ്സ് ഉണ്ട്. ചില കാര്യങ്ങൾക്ക് അത്രയേറെ ചോയ്സ് ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. അതായത് ഞാൻ ബാഗൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ബാഗിലൊന്നും ഒരുപാട് ചോയ്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. കുട്ടികളുടെ ബാഗ് എന്ന് നോക്കുമ്പോൾ ഉണ്ട്, പക്ഷേ ഒരുപാട് ചോയ്സ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ റേറ്റ് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവായിട്ടാണ് പൊതുവെ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വലിയ സ്ലേറ്റ് ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. അതിന് 370 സംതിങ് എന്തോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 300 സംതിങ്ങിനൊക്കെ അത് കിട്ടുമായിരിക്കും. ഇതൊക്കെ കിച്ചൺ വെയറാണ്. കുറേ മഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് നമസ്വിക്ക് ഒരു മഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ മഗ്ഗല്ല, സെറാമിക്കിൻ്റെ മഗ്ഗല്ല, ഫൈബറിൻ്റെ ഒരു മഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മഗ്ഗിൻ്റെ റേറ്റ് നമ്മളെടുക്കുമ്പോൾ അത് കണ്ട റേറ്റ് 140 സംതിങ് 130 എത്രയായിരുന്നു. ബില്ല് ചെയ്ത സമയത്ത് അതിന് 79 എത്രയാണ് കേട്ടോ അവർ ബില്ലിൽ അത് കണ്ടത്. അപ്പം അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അതല്ലാതെ ഇവിടെ കുറേ നോൺ സ്റ്റിക്ക് കുക്ക് വെയേഴ്സ് ഉണ്ട്, പിന്നെ കണ്ടെയ്നേഴ്സ് ഉണ്ട്, ലഞ്ച് ബോക്സസിൻ്റെ വലിയൊരു സെക്ഷൻ ഉണ്ട്, ബോട്ടിൽസ് ഉണ്ട്. ബോട്ടിൽസിനൊക്കെ ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ. മറ്റേ മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലാതെ നോർമൽ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, മഗ് കൈൻഡ് ഓഫ് ഉണ്ട്, ഷേക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന പോലത്തെ ഉണ്ട്. അതായത് ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിലേക്കോ അലമാരിയിലേക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വരുന്നവരുടെ ഒരു പറുദീസ പോലെ എന്നുള്ള പോലെ ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ ഇതൊന്നും വാങ്ങാൻ വന്നതല്ലാത്തത് കൊണ്ട് എന്നെ അതൊന്നും ഒരുപാട് ഞാൻ അങ്ങോട്ട് പോയി അത് നോക്കി നിന്നില്ല കേട്ടോ. ഞാനിവിടെ ഒരു ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ഒരു സ്നാക്ക് ബോക്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പലതരത്തിലുള്ള സ്നാക്ക് ബോക്സ് ഉണ്ട്. സ്റ്റീലിൻ്റെ ഞാൻ ഒരുപാട് കളക്ഷൻ കണ്ടില്ല. പക്ഷേ ഈ ഒരു ഫൈബർ ടൈപ്പിൽ ഇഷ്ടം പോലെ പല നമ്പർ ഓഫ് ക്യാവിറ്റീസ് ഉള്ള ബെൻഡോ ബോക്സ് പോലത്തെ തന്നെ ഒരുപാട് ബോക്സസ് ഉണ്ട്. നമസ്ക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്സും കാര്യങ്ങളൊക്കെയാണ്. ക്ലീനിങ് ലിക്വിഡ്സ്, ക്ലോത്ത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 3rd ഫ്ലോറിലാണ്, അതായത് ലാസ്റ്റ് ഫ്ലോറിൽ. ഇവിടെ നല്ല രസമായിട്ടുള്ള ബാഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു കാപ്പിബറയുടെ ബാഗൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതിന് 1180 എത്രയാണ് കേട്ടോ റേറ്റ്. അത് അപ്പോൾ എനിക്ക് അയ്യോ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ് എടുക്കണോ എന്ന് തോന്നി. പക്ഷേ പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് നമസ്ക്ക് എടുത്ത ബാഗിന് അറൗണ്ട് 1000 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ ആലോചിച്ചു ഈ ബാഗ് എടുക്കാമായിരുന്നല്ലോ എന്ന്. കാരണം അതിന് ഓഫർ അല്ലെങ്കിൽ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് അതൊന്നും റേറ്റ് കുറവാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ബാഗ് എടുത്തില്ലായിരുന്നു കേട്ടോ. ആക്ച്വലി അത് നല്ല ബാഗായിരുന്നു. പിന്നെ പെറ്റ്സിൻ്റെ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കുറേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും താഴത്തേക്ക് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ മിറർ, അതായത് സ്റ്റാൻഡിങ് മിറർ. 940 950 റുപ്പീസേ ഉള്ളൂ. നല്ല മിററാണ്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. ജസ്റ്റ് ഒരു ടോപ്പും മേടിക്കുന്ന പൈസയിലേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാനത് വാങ്ങിയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത മാസത്തെ ബഡ്ജറ്റിൽ നമുക്ക് ആ മിറർ വാങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമസി സംഗതികൾ കാണിച്ചു തരാണ്. അപ്പോൾ നമസി തന്നെ പറയും ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അതെ, ഞങ്ങളിപ്പോൾ വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഫസ്റ്റ് വാങ്ങിയത് ഒരു ഫോട്ടോ ഒക്കെ വെക്കുന്നതില്ല, അതാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ വെക്കുന്നൊരു സ്റ്റാൻഡ്. അടുത്തത് പെൻസിലും ഇതൊക്കെ വാങ്ങി. ഒരു ഡയമണ്ടിൻ്റെ പേനാട്ടോ, അത് വാങ്ങി. പിന്നെ സ്റ്റൗവില്ലേ, നമ്മൾ സ്റ്റൗവിൽ വെക്കുന്ന സാധനം വാങ്ങി. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങി കേട്ടോ. എനിക്ക് സ്കൂൾ ഷോപ്പിങ്ങിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതൊക്കെ. പിന്നെ വാങ്ങിയത് ഒരു മഗ്ഗാട്ടോ, എനിക്ക് പാല് കുടിക്കാൻ കൊണ്ടുപോകാൻ. സ്കൂൾ വെനസ്ഡേക്ക് പാല് കുടിക്കില്ല, അതിനെ കൊണ്ടുപോകാൻ ഞാൻ മഗ് വാങ്ങി, റാബിറ്റിൻ്റെ മഗ്. പിന്നെ ഇതിന് നമ്മുടെ വാട്ടർ ബോട്ടിലിന് ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. അതങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഈ മഗ്ഗിൻ്റെ ഇവിടെ കണ്ടോ ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു മുയലിൻ്റെ ചെവിയും കറക്റ്റ് ഷേപ്പാട്ടോ അതിൽ വന്നേക്കണേ. നല്ല ഭംഗിയുണ്ട്. പിന്നെ 2 വെല്ലുകൊണ്ട് പിടിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ടൈ വാങ്ങി, സ്കൂളിൽ പോകുമ്പോൾ മുടിയാട്ടോ ഹെയർ ടൈ. പിന്നൊക്കെ വാങ്ങിയത് കുറച്ചും കൂടി സംഭവമുണ്ട്. പിന്നെ എനിക്കൊരു ബോക്സ് വാങ്ങി, യൂണിക്കോണിൻ്റെ ബോക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി യൂണിക്കോണിന്.
കണ്ട യൂണിക്കോൻ്റെ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയാണ്. നല്ല രസമാണ് കേട്ടോ സ്കൂൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ. കുറേ ടോയ്സും സോഫ്റ്റ് ടോയ്സൊക്കെ കണ്ടു. പിന്നെ കടേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ ബോക്സിന് തുറന്നിട്ട് 2 ഇതുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ റബ്ബറും പെൻസിലൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ ഒരു ബോഡി വാഷ് പർപ്പിൾ കളറാട്ടാ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങി. പിന്നെ എനിക്കൊരു ലഞ്ച് ബോക്സ് വാങ്ങി സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ്. പിന്നെ തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു ചോപ്സ്റ്റിക്കും ടീസ്പൂണ് ഫോർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിന്. ആ സാധനം ഈ ചോപ്സ്റ്റിക്ക് കണ്ടോ നിങ്ങൾ? അത് 2 വട്ടി എനിക്ക് ചോപ്സ്റ്റിക്കിന്. ചോപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് എന്നാലും ചോപ്സ്റ്റിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം കേട്ടോ. കണ്ടോ ഇതിലത്തെ ഈ കൈ കണ്ടോ? 2 കൈ ഇങ്ങനെ തുറന്നാൽ മതി, അപ്പം തന്നെ അത് ഓപ്പൺ ആവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പിങ്ക് കളറ് ഒരു മുയലിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വളരെ 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 ഇഷ്ടമായി. കടയും പിന്നെ അവിടെയുള്ള ഐറ്റംസും എല്ലാം ഇഷ്ടമായി. നല്ല രസമുണ്ടല്ലോ അതൊക്കെ കാണാൻ. പിന്നെ കടേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വളരെ വളരെ ഇഷ്ടമായിട്ടോ. അതിലത്തെ നല്ല സോഫ്റ്റിൽ ഞാൻ ജസ്റ്റ് പീച്ച് നോക്കിയിട്ടാ, എല്ലാത്തിനും ഒന്ന് പീച്ച് നോക്കി സോഫ്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ്. നമ്മൾ ബില്ലാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് മനസ്സിലായില്ല ബില്ല് എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല. 900 ഉണ്ടായിരുന്നു. ബില്ല് 900 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.